അപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ലേ? ബഹുമാനപ്പെട്ട തങ്ങൾ അവരെ നമ്മൾ അനുസ്മരിക്കാൻ വേണ്ടി ഇവിടെ കൂടിയതുപോലെ 1-2 ദിവസം ഉൾപ്പെടുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ അനുസ്മരണ പരിപാടി നമുക്കൊന്ന് വെച്ചുകൂടെ എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. നമുക്കൊരുപാട് പഠിക്കാനുണ്ടാകും, വരും തലമുറക്ക് ജീവിതത്തിൽ പകർത്താനുണ്ടാകും. സമത്വൻ്റെ പ്രശ്നം വരുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ പറയണ്ടല്ലോ. എന്തായിരുന്നു അത്തരം പ്രശ്നങ്ങളിൽ ശംസുൽ ഉലമ നവറുല്ലാഹു മർക്കദ മഹാനവറുകളുടെ നിലപാട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് നമുക്കും തന്നെ നിലപാടുകൾ അത് ഉരുത്തിരിയും. അപ്പം അതിനൊക്കെ വേണ്ടി ഇങ്ങനെ ഒരു അനുസ്മരണം, ഒരു ദേശീയ അനുസ്മരണം മഹാനായ ശംസുൽ ഉലമയുടെ പേരിൽ നടത്തിക്കൂടെ എന്നുള്ള ഒരു ചിന്ത കൂടി നിങ്ങളേക്ക് ഇട്ടേച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട വാക്കൗട്ട് ഉസ്താദ് വളരെ പ്രൗഢമായ പ്രഭാഷണമാണ് നടത്തിയത്. പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ മഹാനായ ശൈഖുന ശംസുൽ ഉലമ നവ്വറല്ലാഹു മർക്കദ മഹാനുഭാവൻ്റെ പേരിലുള്ള ഒരു വിപുലമായ അനുസ്മരണ പരിപാടി നടത്തണമെന്ന നിർദ്ദേശം കൂടി ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. ബഹുമാന്യരായ തങ്ങൾ ഉസ്താദ് ഇരിക്കുന്ന വേദി, ഒരുപാട് ആലിമീങ്ങളും സദാത്യങ്ങളും മുതആലിമീങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടിയ വേദിയിൽ ബഹുമാനപ്പെട്ട വാക്കൗട്ട് ഉസ്താദിൻ്റെ ആ നിർദ്ദേശം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ വിപുലമായ, അത് കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് പരിമിതപ്പെടേണ്ട ഒരു പരിപാടിയല്ല, ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയനായ ഒരു പണ്ഡിത നേതൃത്വം എന്ന നിലയിൽ മഹാനായരിലുള്ള വളരെ വിപുലമായ ഒരു പരിപാടി ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ വിപുലമായി നടത്താൻ വേണ്ടി ഇവിടെ തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ ഭംഗിയായി നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ